അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. പുണ്യ റമളാൻ മാസത്തിൻ്റെ 24-ാമത്തെ പകലിലാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. മഹാരഥന്മാരായ വിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഒക്കെ അകക്കാമ്പ് തൊട്ടറിഞ്ഞ, ഉത്സാരം തൊട്ടറിഞ്ഞ മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. 4 കാര്യങ്ങൾ അത് നല്ലതാണ്, പക്ഷേ അത് ചില വ്യക്തികളിൽ നിന്നാകുമ്പോൾ അത് ഏറ്റവും നല്ലതായി മാറുമെന്നാണ്. ഉദാഹരണമായി, ലജ്ജ പുരുഷന്മാർക്ക് നല്ലതാണ്, പക്ഷേ അത് സ്ത്രീകളിൽ നിന്നാകുമ്പോൾ അത് അഹ്സനാണ്, ഏറ്റവും നന്മയാണ്, ഏറ്റവും നല്ലതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. പുരുഷന്മാർക്ക് പൊതുവെ ലജ്ജ ഉണ്ടാകാറുണ്ട്, അത് നല്ലത് തന്നെയാണ്. അവർ ഔറത്തു മറയ്ക്കലും നാണം മറയ്ക്കലും അവരുടെ സംഭാഷണത്തിൽ മിതത്വം പാലിക്കലുമൊക്കെ നല്ലതാണ്. പക്ഷേ അതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് കെങ്കേമമാണ്, അത് ബഹുഖേമമാണ്, ഏറ്റവും കരണീയമാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി പറയുന്നു, നീതി അത് എല്ലാവരിൽ നിന്നും നല്ലതാണ്. ഭർത്താവ് ഭാര്യമാരോട്, വാപ്പയും ഉമ്മയും മക്കളോട്, അതുപോലെ ഒരു അധ്യാപകൻ തൻ്റെ ശിഷ്യന്മാരോട്, ഒരു നേതാവ് തൻ്റെ അണികളോടൊക്കെ നീതി കാണിക്കണം. പക്ഷേ ആ നീതി ഉമറാക്കളിൽ നിന്ന്, ഭരണാധികാരികളിൽ നിന്ന് അഹ്സനാണ്, ഏറ്റവും കരണീയമാണ്, ഏറ്റവും അഭികാമ്യമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് നീതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗങ്ങളിലേക്ക് തൽക്കാലം പ്രവേശിക്കുന്നില്ല. മൂന്നാമതായി തൗബ. ഇത് തൗബയുടെ മാസമാണ്. തൗബ, വൃദ്ധന്മാർ ധാരാളമായി അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്താറുണ്ട്, തൗബ ചെയ്യാറുണ്ട്. അത് നല്ലതാണ്, പക്ഷെ അത് യുവതയിൽ നിന്നാകുമ്പോൾ അത് അഹ്സനാണ്, ഏറ്റവും നല്ലതാണ് എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുന്നു. കാരണം യുവാക്കൾ ഇനിയും പതിറ്റാണ്ടുകളോളം ജീവിക്കുമെന്ന തോന്നലിൽ ജീവിക്കുന്നവരാണ്. അവർ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അത് ഏറ്റവും നല്ലതാണ് എന്ന് പഠിപ്പിക്കുന്നു. റമളാൻ മാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ദാനധർമ്മങ്ങൾ. ദാനധർമ്മം പണക്കാർ കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് ഇല്ലാത്തവൻ കൊടുക്കുമ്പോൾ അത് അഹ്സനാണ്, ഏറ്റവും നല്ലതാണ്. അള്ളാഹു നമുക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുവാനും നീതി പുലർത്തുവാനും തൗബ ചെയ്യുവാനും ലജ്ജയോടെ ജീവിക്കുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരായ ഉലമാക്കൾ പറയുകയാണ്, ഒരു മനുഷ്യൻ അവനൊരു പാപം ചെയ്യുന്നത് യുവാവാണെങ്കിൽ ആ യുവാക്കളിൽ നിന്ന് പാപങ്ങൾ ഉണ്ടാവുക അത് മോശമാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ദീനിൻ്റെ കാവൽ ഭടന്മാരാണ്. പക്ഷേ ആ പാപം വൃദ്ധന്മാരിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. മദീനത്തുൻ നബവിയുടെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഊരിപ്പിടിച്ച വാളുമായി ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, ആരാണ് അങ്ങയെ കരയിപ്പിച്ചത്? ഉമറെ, ആരും കരയിപ്പിച്ചതല്ല, ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് സന്ദേശം നൽകി. അല്ലാഹു തആല ഇന്നല്ലാഹ യസ്തഹി മിൻ അബ്ദിൻ യശുബ്ബു ഫിൽ ഇസ്ലാമി അൻ യുഅദ്ദിബഹു. അല്ലാഹു തആല നരബാധിച്ചവനെ ശിക്ഷിക്കാൻ അവന് ലജ്ജയുണ്ട്. പക്ഷെ ഫലാ യസ്തഹി ശൈഖു അൻ യുദ്നിബഹു. പക്ഷേ ഈ പ്രായമുള്ള ആളുകൾ തിന്മ ചെയ്യുന്നതിൽ നിന്ന് ലജ്ജ കാണിക്കുന്നില്ല എന്നോർത്തിട്ട് നബി തങ്ങൾ കരഞ്ഞുപോയതാണ്. പാപങ്ങൾ യുവാക്കളിൽ നിന്ന് മോശമാണ്, പക്ഷേ വൃദ്ധന്മാരിൽ നിന്ന് വളരെ മോശമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. വീണ്ടും പറയുന്നു, ദുനിയാവിൻ്റെ പിന്നാലെ പോകൽ, ഭൗതിക ആർഭാടങ്ങളിൽ മുഴുകൽ, അത് സാധാരണക്കാരിൽ നിന്നും അത് മോശമാണ്, പക്ഷേ അത് ഉലമാക്കളിൽ നിന്നാകുമ്പോൾ അത് വളരെ മോശമാണ്. ആലിമീങ്ങൾ ദുനിയാവ് വാരിക്കൂട്ടുന്നത്, ദുനിയാവിൻ്റെ ആ ശീതളിമയിൽ മയങ്ങിപ്പോകുന്നത് വളരെ ഗുരുതരമായ തെറ്റാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. വീണ്ടും പറയുന്നു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തിൽ അശ്രദ്ധയുണ്ടാകും, അലസതയുണ്ടാകും, അത് മോശമാണ്. നമ്മളെ സൃഷ്ടിച്ചത് ഇബാദത്തിനാണ്. പക്ഷെ ആ അലസതയും ആ ബലഹീനതയും അശ്രദ്ധയും ഉലമാക്കളിൽ നിന്നാകുമ്പോൾ അത് വളരെ ഗുരുതരമാണ്, മോശമാണ് എന്ന് ഉലമാക്കൾ അഭിപ്രായപ്പെടുകയാണ്. വീണ്ടും പറയുന്നു, ഒരു മനുഷ്യനിൽ നിന്ന് അഹങ്കാരം അത് സമ്പന്നനിൽ നിന്നാകുമ്പോൾ അത് വളരെ മോശമാണ്. കാരണം സമ്പത്തുള്ളവനാണ് അഹങ്കരിക്കുന്നത്, അതിന് ഖാറൂൻ സാക്ഷിയാണ്.
പക്ഷേ ഒന്നുമില്ലാത്തവൻ, ദരിദ്രൻ, അവൻ അഹങ്കരിക്കുന്നത് അതിനേക്കാൾ ഗുരുതരമാണ്, മോശമാണ് എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. അഹങ്കാരമില്ലാതെ, അലസതയില്ലാതെ, ദുനിയാവിൽ മുഖം കുത്തി വീഴാതെ, പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ജീവിച്ച് മരണപ്പെടാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു സൂഫിയാണ്, പരിത്യാഗിയാണ്, വലിയ ഒരു ഷെയ്ഖാൻ. മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് 30 വർഷം 3 ദശാബ്ദം പരിശുദ്ധമായ ഇൽമ് കരസ്ഥമാക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ്. ഹാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, 4 കാര്യങ്ങൾ വാദിക്കുന്നത്, 4 കാര്യങ്ങൾ നേടിയെടുക്കാൻ നാം ആഗ്രഹിക്കുന്നത്, പക്ഷേ അതിന് കാരണമാകുന്ന 4 കാര്യങ്ങൾ നാം ഒഴിവാക്കിയിട്ടാണെങ്കിൽ അത് ഫദഅവാഹു കദിബുൻ, ആ വാദം പച്ച കള്ളമാണ് എന്ന് ഹാത്തമുൽ അസം തങ്ങൾ പറയുകയാണ്. ഒന്നാമത്തേത്, നമ്മൾ വാദിക്കുന്നത് പടച്ചവനോട് നമുക്ക് വലിയ സ്നേഹമെന്നാണ്. അള്ളാഹു നമ്മുടെ ജീവനാണ്, ജീവൻ്റെ ജീവനാണ്, സർവ്വതും അവന് സമർപ്പിക്കുന്നു എന്നൊക്കെ നാം പറയുന്നുണ്ട്. പക്ഷേ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വാദം പച്ചക്കള്ളമാണ്. ഹറാമിൽ നിന്ന് ഒഴിവാകാതെ ഒരിക്കലും അള്ളാഹുവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല. രണ്ടാമതായി, നമ്മുടെ വാദം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ നാം ഫുഖറാക്കളെയും മിസ്കീന്മാരെയും വെറുക്കുന്നു. ഒരിക്കലുമില്ല. അള്ളാഹുവിൻ്റെ അടിമകളിലെ ഫുഖറാക്കൾ, ദരിദ്രരെയും മിസ്കീന്മാരെയും നാം സ്നേഹിച്ചാൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം നബി തങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വ അമിത്നി മിസ്കീന വഹ്ശുർനി ഫി സുംറത്തിൽ മസാക്കീൻ, ഒരു മിസ്കീനായി ജീവിച്ച് മിസ്കീനായി മരിച്ച് നാളെ മസാക്കീങ്ങളോടൊപ്പം, മിസ്കീന്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടണമെന്ന് കൊതിച്ചിരുന്നു ഹബീബായ നബി തങ്ങൾ. നമ്മുടെ സ്നേഹം സമ്പൂർണ്ണമാകണമെങ്കിൽ നാം ഫുഖറാക്കളെയും മിസ്കീന്മാരെയും സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമതായി നാം വാദിക്കുന്നത് നമ്മൾ സ്വർഗത്തെ ആഗ്രഹിക്കുന്നു എന്നാണ്. പക്ഷേ സ്വർഗത്തെ ആഗ്രഹിക്കുന്ന ഒരാൾ വലമേത്ത സ്വതക്കകൾ കൊടുക്കുന്നില്ല. പരിശുദ്ധ റമളാൻ്റെ അവസാന രാവുകളും പകലുകളുമാണ്. കഴിവിൻ്റെ പരമാവധി നമുക്ക് സ്വർഗത്തിൻ്റെ പ്രവേശനത്തിന് കാരണമാകുന്ന സ്വതക്കകൾ കൊടുക്കാൻ കഴിയും. ആയിഷ ബീവിയോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത്തഖിന്നാറ വലൗ ബിശഖ്ഖി തംറ, കാരക്കയുടെ ഒരു കീറ് കൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കണം. സ്വർഗത്തെ പോകാൻ നമുക്ക് സദക്ക കൊണ്ടല്ലാതെ കഴിയില്ല. പണം കൊടുത്താൽ അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടും. പണം കൊടുത്ത് നാം സ്വർഗം നേടണം. നാലാമതായി നമ്മൾ വാദിക്കുന്നത് നരകം നമുക്ക് പേടിയാണ്, നമുക്ക് നരകം വെറുപ്പാണ്. പക്ഷെ നമ്മൾ പാപം ഒഴിവാകുന്നില്ല. പാപം ഒഴിവാക്കാതെ ഒരിക്കലും നരകം വെറുപ്പാണെന്ന് പറയുന്നതിൽ കള്ളമാണ്. ഫദഅവാഹു കദിബുൻ, അവൻ്റെ വാദം പൊളിച്ചെടുക്കുകയാണ്. അള്ളാഹു നമുക്ക് സ്വർഗപ്രവേശനവും നരകമോചനവും ഈ അനുഗ്രഹീതമായ 10ന്റെ ബറക്കത്ത് കൊണ്ട് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബിനോടും അവൻ്റെ ഹബീബിനോടുള്ള ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നിറയ്ക്കട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.